വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് പുട്ടാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് 1/2 കിലോ, അരിപ്പൊടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിൽ മിക്സ് ചെയ്യുന്ന അനുസരിച്ചാണ് അരിപ്പൊടി ചേർക്കേണ്ടത്. 1 മുറി നാളികേരം ചിരകിയെടുത്തത്, പഞ്ചസാര ആവശ്യത്തിന്, 1 നുള്ള് ഉപ്പ്. ആദ്യം നമുക്ക് ക്യാരറ്റ് പീൽ ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് എല്ലാം നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. ക്യാരറ്റിന് മധുരം ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര ഇടാം. പിന്നെ നല്ല മധുരം വേണമെന്നുള്ളവർ അതനുസരിച്ച് പഞ്ചസാര ചേർക്കണം. ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റിൽ വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ചേർത്തതിന് ശേഷം ക്യാരറ്റിൻ്റെ വെള്ളം തികയാതെ വന്നാൽ മാത്രമേ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം ഒരുവിധം ഇങ്ങനെ ഇറങ്ങി വരും. ഇപ്പോൾ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, ക്യാരറ്റിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ വെള്ളം മതി നമുക്ക് അരിപ്പൊടി ഇതിലിട്ട് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കില്ല. കാരണം നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്നത് പോലെ അരിപ്പൊടിയിലല്ല, ക്യാരറ്റാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അതിലേക്ക് അല്പമായിട്ടാണ് അരിപ്പൊടി ഇടേണ്ടത്. അപ്പം നമുക്ക് അല്പമായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്കത് മിക്സ് ചെയ്യാം. കണ്ടോ, 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇടാം. അളവ് നോക്കണ്ട, നമ്മളിങ്ങനെ ഇട്ടിട്ട് നമുക്ക് കുഴച്ച് കിട്ടുന്ന പാകം. ക്യാരറ്റിൻ്റെ വെള്ളം ഉള്ളത് കൊണ്ട് കണ്ടോ, ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നല്ല ഇങ്ങനെ ഒട്ടിയ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇടണം അരിപ്പൊടി. നല്ലപോലെ ഇങ്ങനെ വിതറി വരുന്നത് വരെ നമ്മൾ അരിപ്പൊടി ചേർക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ പാകമായി വരുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി ജലാംശം ഇതിലുണ്ട്. അപ്പോൾ അല്പം കൂടെ അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിൽ ക്യാരറ്റിൻ്റെ വെള്ളം മാത്രമല്ല, ക്യാരറ്റിൻ്റെയും പഞ്ചസാരയുടെയും വെള്ളം ശരിക്കും ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ടി വന്നില്ല. കണ്ടോ, നല്ല ഈർപ്പം ഇതിലുണ്ട്. ഇനി നമുക്ക് അല്പം കൂടെ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം.
നമുക്ക് ശരിക്കും നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നല്ല കറക്റ്റായി കിട്ടി. ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ക്യാരറ്റ് പുട്ടിനുള്ള പൊടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാരറ്റ് പുട്ട് ചുട്ടെടുക്കാം. ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് നമുക്ക് തിളയ്ക്കാൻ വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റാം. എൻ്റെ പുട്ടുകണ കുക്കറിൻ്റെ മീതെ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുത്ത് വെച്ചത്. ആദ്യം കണയിലേക്ക് നമുക്ക് ചില്ലിടാം. അതിനുശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിടാം. വീണ്ടും നാളികേരം ഇടാം. വീണ്ടും പൊടിയിടാം. ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്കറിൻ്റെ മേലേക്ക് വെക്കാം. ഇപ്പോൾ കുക്കറിൽ നിന്നും നന്നായി സ്റ്റീം വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുകണ കുക്കറിൻ്റെ മീതെ വെക്കാം. പുട്ടുകണയുടെ മേലെ കൂടെ ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ പുട്ടുകണയുടെ മേലെ കൂടെ നന്നായി ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുകണ എടുക്കാം. ഇനി നമുക്കിത് കണയിൽ നിന്നും കുത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ ക്യാരറ്റ് പുട്ട് റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് കഴിക്കാൻ പഴമോ കറികളോ ഒന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.